പോലീസിന്റെ ഭാഗത്തുനിന്ന് സ്റ്റേഷൻ അധികൃതരുടെ ഭാഗത്തുനിന്ന് പറയുന്നത് മോശമായി പെരുമാറിയിട്ടില്ല. പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ സ്വീകരിക്കേണ്ട അടിസ്ഥാനപരമായ നടപടികൾ സ്വീകരിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നുള്ളതാണ്. പക്ഷേ ഒരു മോഷണ കുറ്റം നടന്നപ്പോൾ, മോഷണ ആരോപണം, മോഷണ പരാതി ലഭിക്കുമ്പോൾ ആ വസ്തു മോഷണം പോയിട്ടുണ്ടോ എന്ന് അടിസ്ഥാനപരമായി പ്രാഥമികമായി പരിശോധിക്കേണ്ട ഒരു ചുമതല പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ട്. ഈ ഒരു ദിവസം അത്രയും, ഒരു രാത്രി അത്രയും ഈ ബിന്ദുവിനെ കസ്റ്റഡിയിൽ വെച്ചതിന് ശേഷം പിറ്റേ ദിവസം ഈ മോഷണം പോയി എന്ന് പറയുന്ന അതേ വീട്ടിൽ നിന്ന് ഈ പറയുന്ന സ്വർണ്ണമാല വീണ്ടെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതോടുകൂടിയാണ് ബിന്ദുവിന് വിട്ടയക്കുന്നത് പോലീസ് സ്റ്റേഷനിൽ നിന്ന്. ഒരുപക്ഷെ ആ മാല കണ്ടെടുത്തിരുന്നില്ല എങ്കിൽ വീണ്ടും അവിടെ തന്നെ തുടരേണ്ടി വരുമായിരുന്നു എന്ന് ബിന്ദു ആശങ്കയോടെ പറയുന്നുണ്ട്. ബിന്ദുവിനെ പിറ്റേന്ന് 12 മണിക്ക് സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞു വിടുമ്പോൾ തനിക്കത് അംഗീകരിക്കാൻ പോലും പറ്റിയില്ല. താൻ പേടിയോടെയായിരുന്നു, എന്നെ ഇനിയും തിരിച്ച് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുമോ എന്ന ആശങ്കയോടുകൂടിയായിരുന്നു സ്റ്റേഷനിൽ നിന്ന് മടങ്ങിയത് എന്നും ബിന്ദു പറയുന്നുണ്ട്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം പറയുന്നത് സ്വാഭാവികമായ നടപടി എന്നാണെങ്കിൽ ഇതാണോ ഒരു മോഷണ കുറ്റവുമായി ബന്ധപ്പെട്ട് വി കെ പ്രശാന്ത് ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ വി കെ പ്രശാന്ത്, ദളിത് യുവതിയായ ബിന്ദുവിന് പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ നേരിടേണ്ടി വന്ന ദുരനുഭവം, മാനസികമായ പീഡനം, മാല മോഷ്ടിച്ചു എന്നതിന്റെ പേരിൽ അവരോട് അതിക്രൂരമായിട്ടാണ് പോലീസ് ഉദ്യോഗസ്ഥർ പെരുമാറിയത്. അത് നമ്മുടെ ഇന്നത്തെ സമൂഹത്തിന്റെ ഒരു നിജസ്ഥിതി കൂടിയല്ലേ വ്യക്തമാകുന്നത്? അതിനെതിരെ ശക്തമായ ഒരു നടപടി തന്നെ വേണ്ടതില്ലേ? തീർച്ചയായിട്ടും അത് നടപടി വേണ്ട ഒരു കാര്യം തന്നെയാണ്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയും നമ്മുടെ ഗവൺമെന്റും എല്ലാം ഓരോ പ്രതികളെ അറസ്റ്റ് ചെയ്യുമ്പോഴും ചോദ്യം ചെയ്യാൻ വിളിക്കുമ്പോഴും എല്ലാം പാലിക്കേണ്ട സംവിധാനങ്ങളെ സംബന്ധിച്ച് മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുള്ളതാണ്. DGPയുടെ സർക്കുലർ തന്നെ ഇറങ്ങിയിട്ടുള്ളതാണ്. അപ്പൊ അതൊക്കെ പാലിച്ചുകൊണ്ട് വേണം ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ചോദ്യം ചെയ്യാൻ വിളിക്കുകയോ അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യേണ്ടത്. ഇവിടെ അത് പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഇന്നിപ്പോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ട് അത് അന്വേഷിക്കണമെന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. തീർച്ചയായിട്ടും അത് സ്വാഗതാർഹമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഇത്തരം തെറ്റുകുറ്റങ്ങൾ സംഭവിക്കുമ്പോൾ കർശനമായ നടപടി എടുക്കുക എന്നുള്ള നിലപാടിലേക്ക് ഗവൺമെന്റ് പോകുന്നു എന്നുള്ളത് വളരെ ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇവിടെ ആ സ്ത്രീ നേരിട്ട ദുര്യോഗം വളരെ വേദനാജനകമായിട്ടൊരു കാര്യമാണ്. അവരോടൊപ്പമാണ് നമ്മളെല്ലാവരും ഉള്ളത്. തീർച്ചയായിട്ടും അവർ നേരിട്ട അത്തരമൊരു വിഷമത്തിന് സർക്കാർ അന്വേഷണത്തിലൂടെ ഉചിതമായ നടപടി എടുക്കണം എന്ന് തന്നെയാണ് എന്റെ പക്ഷേ ഇതിൽ ഒരു മാസം മുൻപ് നടന്ന സംഭവമാണ്. അത് കഴിഞ്ഞപ്പോൾ തന്നെ ബിന്ദു മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ സമീപിച്ചിരുന്നു. കോടതിയെ സമീപിക്കണം എന്ന തരത്തിലൊരു മറുപടി അവിടെ നിന്ന് ലഭിച്ചു എന്ന പരാതി കൂടി ഉണ്ട് അവർക്ക്. അല്ല, ഇപ്പൊ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സമർപ്പിച്ച പരാതിയിന്മേലാണ് പൊളിറ്റിക്കൽ സെക്രട്ടറി അടക്കം ഇടപെട്ടുകൊണ്ട് ഇന്നിപ്പോ ACPയോട് ഉചിതമായ അന്വേഷണം നടത്തി നടപടിയെടുക്കാൻ വേണ്ടി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അപ്പൊ ഇത് നമുക്ക് ചില സാഹചര്യങ്ങൾ വരുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ ഇടപെടേണ്ട, നമുക്ക് സ്വാഭാവികമായിട്ട് സംഭവിക്കാം. പ്രതി എന്ന് സംശയിക്കുന്ന ഒരാളിനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരാം. പക്ഷെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പാലിക്കേണ്ട മാർഗം, അതാണ് ഞാൻ സൂചിപ്പിച്ചത്, ഇതിനെല്ലാം കൃത്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ ഗവൺമെന്റ് നൽകിയിട്ടുണ്ട്. അപ്പൊ അത് പാലിക്കാതെ ദാഹജലം പോലും കൊടുക്കാതെ ഒരു ദളിത് സ്ത്രീയെ ആ നിലയിൽ പെരുമാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യത്വരഹിതമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അത് ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ തിരുത്താൻ വേണ്ടി തയ്യാറാകണം. അത് ഗവൺമെന്റ് പരിശോധിച്ച് നടപടിക്കും തയ്യാറാകണം. അതാണ് ഞാൻ വളരെ വ്യക്തമായി സൂചിപ്പിച്ചത്. യെസ്, അതാണ്. ഒരു ദിവസത്തോളം 24 മണിക്കൂറോളം ദാഹജലം പോലും നൽകിയില്ല. അവരുടെ ബന്ധുക്കൾ ഭക്ഷണം എത്തിച്ചു നൽകിയിട്ടും അവർക്കത് നൽകിയില്ല. മാല മോഷ്ടാവ്, മാലക്കള്ളി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയുള്ള വാക്കുകളൊക്കെ ഉപയോഗിച്ച് അവരെ അപമാനപ്പെടുത്തുക കൂടി ചെയ്തിട്ടുണ്ട്. ഇതിലിപ്പോൾ ദളിത് അട്രോസിറ്റീസ് ആക്ട് പ്രകാരമുള്ള നടപടികളിലേക്ക് തന്നെ കടക്കേണ്ടതല്ലേ? ഗവൺമെന്റ് ഇപ്പോൾ അന്വേഷണം നടത്തുകയല്ലേ. അന്വേഷണം നടത്തിയിട്ട് അത് ഏത് വകുപ്പാണ് അതിൽ ആഡ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്ത് കുറ്റമാണ് ചെയ്തിട്ടുള്ളതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിന്റെ നടപടികളിലേക്ക് പോകും. തീർച്ചയായിട്ടും ഗവൺമെന്റ് ആ നിലയിൽ നടപടിയെടുക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശരി, യെസ്, എന്തായാലും തക്കതായ നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്നാണ് വട്ടിയൂർക്കാവ് MLA വി കെ പ്രശാന്തിന്റെയും പ്രതികരണം. മുഹമ്മദ് ആഷിഖ് തുടരുന്നുണ്ട്. ആഷിഖ്, ഇപ്പോൾ ഈ ബിന്ദുവിന്റെ പരാതിയിൽ ഏതൊക്കെ തരത്തിലുള്ള അന്വേഷണത്തിലേക്ക്, മൊഴിയെടുപ്പിലേക്കാണ് പോലീസ് സംഘം കടന്നിട്ടുള്ളത്? ബിന്ദു പ്രാഥമികമായും പ്രധാനപ്പെട്ട അധികാര സ്ഥാപനങ്ങളിലെല്ലാം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിരുന്നു. അത് മുഖ്യമന്ത്രിയുടെ ഓഫീസ്, DGPയുടെ ഓഫീസിലേക്ക്, കൂടാതെ SC/ST കമ്മീഷൻ അടക്കമുള്ള സംവിധാനങ്ങളിൽ പരാതി നൽകിയിരുന്നു. ഇതിന്റെ ഭാഗമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ലഭിച്ച നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആഭ്യന്തര വകുപ്പ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു അന്വേഷണം ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. കണ്ടോൺമെന്റ് ACPയുടെ നേതൃത്വത്തിലുള്ളതാണ്. മറ്റന്വേഷണങ്ങൾ ഇപ്പോൾ SC/ST കമ്മീഷൻ അടക്കം ഇക്കാര്യത്തിൽ അന്വേഷണത്തിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. വിശദമായ അന്വേഷണം നടത്തും എന്ന് തന്നെയാണ് SC/ST കമ്മീഷന്റെ നിലപാട്. നിലവിൽ പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. 15 ദിവസത്തിനുള്ളിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് DGP ACPയോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നിപ്പോൾ
കണ്ടോൺമെന്റ് ഈ സംഭവം നടന്ന പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ ഉദ്യോഗസ്ഥരുടെ മൊഴി രേഖപ്പെടുത്തുന്ന സംഭവം നടന്നത്. നമുക്കറിയാം, ഒരു മാസം മുമ്പാണ് ഇത് നടക്കുന്നത്. ഏപ്രിൽ 23-നാണ് ഈ സംഭവം നടക്കുന്നത്. അന്നേ ദിവസം ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നതും ഈ സംഭവങ്ങൾ നടക്കുന്നതുമായി ബന്ധപ്പെട്ട് ബിന്ദുവിനോട് മോശമായി പെരുമാറി എന്ന ആരോപിതരായിട്ടുള്ള ഉദ്യോഗസ്ഥരെ മൊഴി രേഖപ്പെടുത്താനാണ് ACP ഇന്ന് പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുള്ളത്. ഇവരുടെ മൊഴി രേഖപ്പെടുത്തുന്നത് അന്വേഷണം മറ്റു നടപടികളും ഉടൻ നടപടികൾ ഉണ്ടാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ ഭാഗത്തുനിന്ന് സ്വീകരിച്ച നിലപാട് എത്രത്തോളം ശരിയാണ് എന്ന ചോദ്യമാണ് ഇപ്പോൾ ശക്തമായി ഉയരുന്നത്. ദിവ്യ.